Press the bell icon on YouTube app and never miss another update. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് എൽ ജിയുടെ ഒരു സ്മാർട്ട് ഫോണാണ്. LG W30 എന്നാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പേര്. അപ്പോൾ നമുക്ക് നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണെന്ന് വിചാരിക്കുന്നു. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കതിന് മുമ്പ് ഇതിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് നോക്കാം. 32GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉള്ളൊരു മൊബൈലാണെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ റിയർ ക്യാമറ ട്രിപ്പിൾ ക്യാമറയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 4000 mAh ബാറ്ററി സെറ്റപ്പാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. ഫുൾ വിഷൻ ഡിസ്പ്ലേ, നല്ല ക്ലാരിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ് കമ്പനി ഇതിന് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ നോച്ചും ഉണ്ട്. നോച്ചുള്ള ഒരു ഫുൾ ഡിസ്പ്ലേ ആണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. ട്രിപ്പിൾ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ 2MP പ്ലസ് 13MP പ്ലസ് 12MP ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ കാണാം 2MP മുകളിലത്തെ ക്യാമറ ഡെപ്ത് സെൻസറായിട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ 13MP വൈഡ് ആംഗിളിലുള്ളൊരു ക്യാമറയും 12 ലോ ലൈറ്റിലുള്ള ഒരു മെയിൻ ക്യാമറയുമാണ്. അങ്ങനെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ആയിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ എത്ര ഇഞ്ചാണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ക്യാമറ പറയുകയാണെങ്കിൽ ഫ്രണ്ട് ക്യാമറ 16MP മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. പ്ലസ് പോർട്രേറ്റ് മോഡും ഇതിൽ കമ്പനി കൊടുത്തിട്ടുണ്ട്. 2.0 ഹെഡ്സിൻ്റെ ഒക്ട കോർ പ്രൊസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. 3GB റാമും 32GB ഇൻറ്റേർണൽ സ്റ്റോറേജുമാണ് ഇതിൻ്റെ വേരിയൻറ്റ് വരുന്നത്. മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്, ചൈന ബ്രാൻഡല്ല. ഓക്കെ, ദെൻ ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ നമുക്കിതിൻ്റെ മോഡൽ നമ്പർ മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സാർ വാല്യൂ ആണ്, എത്ര വെയിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, മറ്റു കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇതിൻ്റെ കളറ് തണ്ടർ ബ്ലൂ എന്നൊരു കളറാണ്, അതും കൊടുത്തിട്ടുണ്ട്. ഞാൻ തണ്ടർ ബ്ലൂ എന്നൊരു കളറാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ ലൈഫ് എന്ന് എഴുതി മറ്റു IME കോഡുകൾ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ചെറുതായിട്ട് തുറക്കാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് അൺബോക്സ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗം ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് നമ്മുടെ ഡിവൈസ് അതിനുള്ളിലായിട്ട് കാണാം. നല്ലൊരു നോച്ചുള്ള ടൈപ്പിലുള്ള ഒരു നല്ലൊരു ലെങ്തി ആയിട്ടുള്ളൊരു മൊബൈലാണ്. നമ്മളെ കയ്യിലൊക്കെ ഒതുങ്ങുന്ന ടൈപ്പ്, കുറച്ചൊക്കെ ഒരു ഹൈറ്റൊക്കെ ഉള്ളൊരു മൊബൈലാണ്. ബാക്ക് ഭാഗം നോക്കിയാൽ നല്ലൊരു ഡിസൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു റോസ് കളറും അതുപോലെ തന്നെ ബ്ലൂ കളറും കൂടി ചേർന്നുള്ളൊരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് നമുക്ക് കാണാം. മെയിൻ ക്യാമറക്ക് ചുറ്റുമായിട്ട് റെഡ് കളറിലൊരു റൗണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് LGയുടെ ബ്രാൻഡിങ് ഉണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ബാക്ക് ഭാഗം. സൈഡ് ഭാഗം നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്മൂത്തി ആയിട്ടുള്ളൊരു സൈഡ് ഭാഗമാണ്. മറ്റു കാര്യങ്ങൾ ഓഡിയോ ജാക്ക് മറ്റു കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. നമുക്കിത് ജസ്റ്റ് ഈ മൊബൈലൊന്ന് ബ്രൈറ്റ്നസ് കൂട്ടി നോക്കാം. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷൻ ഈ ഫോണിൽ കൊടുത്തിട്ടുള്ള മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണ ഒരു മൊബൈൽ ഫോണിന് പോലെ തന്നെ ഇതിൻ്റെ ബോട്ടം ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ സ്പീക്കർ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് നമുക്ക് USB കേബിൾ ചാർജിങ് ചെയ്യാനുള്ളത്. മുകൾ ഭാഗത്തായിട്ട് ഓഡിയോ ജാക്ക് കാണാം. അതിന് മുകളിലായിട്ട് സെൻസറും താഴെയും മുകളിലായിട്ട് സെൻസറുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ സിം കാർഡ് മെമ്മറി കാർഡ് സ്ലോട്ടുകളുള്ളത്. പിന്നെ ഒരു നോച്ച് ഉണ്ട്, നോച്ച് ടൈപ്പ് ഡിസ്പ്ലേ. ഓക്കെ, ഈ ഒരു നോച്ച് തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നോച്ച് ക്രമീകരിക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാൻ സെറ്റിങ്സിൽ നോച്ച് എന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നോച്ച് എന്നൊരു ഭാഗം ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ നോച്ച് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇതിൽ നിങ്ങൾക്ക് 3 വിധത്തിലുള്ള നോച്ചുകൾ കാണാം. ഇവിടെ ഞാൻ ഡിഫോൾട്ടായിട്ടുള്ളൊരു നോച്ചാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ വാട്ടർ ഡ്രോപ്പ് എന്ന പേരിൽ മറ്റൊരു നോച്ച് ഇവിടെ കാണാം. അപ്പോൾ ആ ഒരു നോച്ചിൻ്റെ ടൈപ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഇൻ്റർഫേസ് ആണ് ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നോച്ച് ഉപയോഗിക്കാത്ത ഒരാളാണെങ്കിൽ നമുക്ക് നോച്ച് ഒഴിവാക്കാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, നോച്ച് ഇല്ലാതെ മൊബൈൽ ഉപയോഗിക്കാനുള്ളത്. അതാണെങ്കിൽ അത് എനേബിൾ ആക്കിയിടാം. അത് ഏകദേശം ഇതുപോലെ ഇരിക്കും. ഇനി നമുക്ക് നോച്ച് ഒഴിവാക്കാം. ഞാനിവിടെ ഡീഫോൾട്ട് ആയിട്ടുള്ളൊരു നോച്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ നോച്ചിലേക്ക് എനേബിൾ ആക്കിയിടാം. ഓക്കെ,
നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും നോച്ച് നമ്മൾ സെറ്റിങ്സ് മാറ്റുന്ന സമയത്ത് ഡിസ്പ്ലേൻ്റെ അവിടെ നോച്ച് മാറുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള റിവ്യൂ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിതിനെ മറ്റ് ബോക്സിൽ വന്ന മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മൾ ഡിവൈസ് മാറ്റി വെക്കാം. ഓക്കെ, നമുക്ക് ബോക്സിൽ നോക്കിയാൽ നമുക്കിവിടെ ചാർജർ കാണാം. ചാർജർ LGയുടെ തന്നെ നല്ലൊരു പവർ ചാർജറാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ക്വാളിറ്റിയുള്ള ചാർജറാണെന്ന് തോന്നുന്നു. ട്രാവൽ അഡാപ്റ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ മോഡൽ നമ്പർ, കാര്യങ്ങൾ, ഇൻപുട്ട് ഔട്ട്പുട്ട് കാര്യങ്ങൾ, പിന്നെ എത്ര ആംബിയർ ആണെന്ന് ആംബിയറേജൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. 2 ആംബിയറേജിൻ്റെ ആണ്, 2.0 ആംബിയറേജ് ഉള്ള ഒരു ചാർജറാണ്. പിന്നെ ഇതിൻ്റെ വാറൻറ്റി കാർഡ്, പിന്നെ അതിൻ്റെ മറ്റ് ബുക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിവൈസിനെ കുറിച്ച് ഒന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാം നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് നമ്മുടെ ഡിവൈസിന് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിന് നമുക്ക് ഈ ഒരു ബോക്സിൽ തന്നെ ഇതിന് പൗച്ചും അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തായിട്ടുള്ള ഗ്ലാസും അവൈലബിൾ ആണ്. ഞാൻ ആ ഗ്ലാസ് ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഈ ഒരു പൗച്ചും കൂടി ഇട്ടപ്പോൾ നമ്മളൊരു മൊബൈൽ നല്ലൊരു വൃത്തിയുള്ള നല്ലൊരു നീറ്റായിട്ടുള്ള കണ്ടീഷൻ നമുക്കിവിടെ കാണാം. നല്ലൊരു ഡിസ്പ്ലേ സെറ്റപ്പും. ഞാനിതിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു. ഒരു ഹാങ്ങും ഒരു ഇതും കാണുന്നില്ല. നല്ല കണ്ടീഷൻ വർക്കിംഗ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തുള്ള നെക്സ്റ്റ് ആയിട്ടുള്ള വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ. Thank you.